ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സാലിസിലിക് ആസിഡ് ജെല്ലിൻ്റെ റിവ്യൂ ആണ്. ഇതെന്ന് പറയുമ്പോൾ എനിക്കൊരു 2 കൊല്ലം മുന്നേ മുഖത്ത് ഈ പിമ്പിൾസ് വന്നിട്ട് പോയതിൻ്റെ പാടുകൾ ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാൻ ഈ ഡോക്ടറിനെ കാണിച്ച് ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ജെല്ലാണ് ഇത്. ആ സമയത്ത് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് നല്ല ഒരു ചേഞ്ച് കിട്ടി. ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ സൺഡേ തൊട്ടാണ്. എൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ കഴിഞ്ഞ സൺഡേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ദിവസം തൊട്ടാണ് ഞാൻ ഈ ജെല്ല് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആ ജെല്ല് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് ഒരു വീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 7 ഡേയ്സിലെ റിവ്യൂവും ഈ സാലിസിലിക് ആസിഡിന്റെ ഗുണങ്ങളുമാണ് ഞാൻ പറയുന്നത്. അതിനു മുന്നേ എൻ്റെ വീഡിയോ നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ജെല്ലിൻ്റെ റിവ്യൂ പറയുന്നതിന് മുന്നേ എൻ്റെ സ്കിന്നിൻ്റെ കമ്പാരിസൺ നമുക്ക് ചെയ്തു നോക്കാം. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതിൽ എൻ്റെ സ്കിന്ന് വെച്ച് ഇപ്പോൾ കമ്പയർ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായ ചേഞ്ചസ്, എൻ്റെ സ്കിന്നിൽ എന്താണ് ഡാർക്ക് സ്പോട്ട്സ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു ഇപ്പോഴും. അപ്പോൾ അതിന് ലൈറ്റായിട്ടൊരു ചെറിയ വ്യത്യാസം, ഒരു കുറവ് വന്നിട്ടുള്ളതായിട്ട് എനിക്ക് ഫീൽ ആവുന്നുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു ഭയങ്കരമായിട്ടൊരു വലിയ ചേഞ്ച് അല്ല, ചെറുതായിട്ടൊരു ഒരു ചേഞ്ച് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പുതിയ പിമ്പിൾസ് വന്നു. പിന്നെ മുമ്പുണ്ടായിരുന്ന ആ ഒരു ഡൾനെസ് എൻ്റെ ഫേസിൽ നിന്ന് കുറഞ്ഞതായിട്ട് എനിക്ക് ഫീലായി. അപ്പോൾ നിങ്ങൾക്കിത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരു ബിഗ് ചേഞ്ച് അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലാവുന്നതിൻ്റെ അത്ര നിങ്ങൾക്ക് മനസ്സിലാവാൻ ചാൻസ് ഇല്ല. നിങ്ങൾ കഴിഞ്ഞ വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ഒരു ഡൾനെസ് നിങ്ങൾക്ക് അതിൽ നിന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇന്ന് എനിക്ക് അത്രത്തോളം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഓക്കെ, ഇത് ഞാൻ ഈ ഒരു 7 ഡേയ്സിനുള്ളിൽ യൂസ് ചെയ്തിട്ടുള്ള റിസൾട്ടാണ് പറയുന്നത്. ഓക്കെ, ഈ ജെല്ലിൻ്റെ പേരെന്ന് പറയുന്നത് സെബോനാക് സാലിസിലിക് ആസിഡ് ജെല്ലാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 360 രൂപയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു ഈ റെഡ് കളർ ട്യൂബിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇത് ഞാൻ 1 വീക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ യൂസ് ചെയ്തു. പിന്നെ ഞാൻ പറയാം, ഇത് ഡോക്ടർ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരാതെ നിങ്ങൾ ഈ ജെല്ലി യൂസ് ചെയ്യരുത്. കാരണം സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ വരാൻ നല്ല ചാൻസ് ഉണ്ട്. എൻ്റെ സ്കിൻ എന്ന് പറയുന്നത് ഓയിലി, ആക്നി പ്രോൺ ആയിട്ടുള്ള ഒരു സ്കിന്നാണ്. അപ്പോൾ ഈ മുഖക്കുരു ഓവറായിട്ടുണ്ട്, ഈ മുഖക്കുരു വന്നിട്ട് പോയ പാടുകൾ നിങ്ങൾക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ജെല്ല് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. ഈ ജെല്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ ഫേസിൽ മൊത്തത്തിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല. നിങ്ങൾക്ക് പാടും ഈ മുഖക്കുരുവും എവിടെയാണോ ഉള്ളത് അവിടെ മാത്രം ജസ്റ്റ് ഒരു തിന്ന് ലെയർ ആയിട്ട് എടുത്ത് യൂസ് ചെയ്യുക, അപ്ലൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ തന്നെ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും കയ്യിലോ ഇയറിൻ്റെ ബാക്കിലോ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഫേസിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഈ ജെല്ലിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് സാലിസിലിക് ആസിഡ് തന്നെയാണ്. ഇത് നമ്മളെ എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഓപ്പൺ പോസിനകത്ത് കയറി അതിലെ ഡേർട്ടും ഓയിലും വലിച്ചെടുത്ത് അവിടെ ഫ്രഷ് ആയിട്ട് വെക്കാനായിട്ട് ഈ സാലിസിലിക് ആസിഡ് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള യൂസിൽ അത് കംപ്ലീറ്റ്ലി മാറാനായിട്ട് ഈ ജെല്ല് ഹെൽപ്പ് ചെയ്യും. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫേസ് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്തതിന് ശേഷം ഈ പിമ്പിൾസും ഡാർക്ക് സ്പോട്ട്സും ഉള്ളിടത്ത് മാത്രം ഒരു തിൻ ലെയറിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഫേസ് കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യാൻ പാടില്ല. ഈ ഡാർക്ക് സ്പോട്ട്സും പിമ്പിൾസും ഉള്ളിടത്ത് മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഞാനിത് യൂസ് ചെയ്തത് നൈറ്റാണ്. നിങ്ങൾ ഡെയിലി ഒരിക്കലും യൂസ് ചെയ്യരുത്. ഡെയിലി നിങ്ങൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിന്നിന് അനുസരിച്ചിട്ടുള്ള ഒരു നല്ല ഒരു സൺസ്ക്രീനും കൂടെ യൂസ് ചെയ്തതിന് ശേഷം ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നൈറ്റ് മാത്രം ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് ഫേസിൽ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാം. ഈ നൈറ്റിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അധികം റിസ്ക് ഇല്ല. കാരണം ഇതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആയതുകൊണ്ട് ഡെയിലി യൂസ് ചെയ്യുന്ന സമയത്ത് സൺബേൺ ഉണ്ടാവാനായിട്ട് ഭയങ്കരമായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരിക്കലും രാവിലെ ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇതിലെനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് നിങ്ങൾക്ക് ഒരു 2 വീക്കിൽ അറിയാനായിട്ട് പറ്റും. ഞാൻ ഇപ്പോൾ 1 വീക്ക് ആയിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് വീക്കിൽ എങ്ങനെയാണെന്നുള്ളത് എൻ്റെ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് പറ്റും. ഞാൻ ഈ സാലിസിലിക് ആസിഡ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ആക്നി ലാക്ക് എന്ന് പറയുന്ന സോപ്പും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സോപ്പ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ഓയിൽ കൺട്രോളാണ്. ഈ സാലിസിലിക് ജെല്ല് യൂസ് ചെയ്യുമ്പോഴും ഓയിൽ കൺട്രോൾ ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടും ഞാൻ യൂസ് ചെയ്യുന്ന ടൈമിൽ എൻ്റെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് എനിക്ക് പറ്റിയ ഒരു മോയ്സ്ചറൈസറും കൂടെ ഞാൻ എൻ്റെ ഫേസിൽ രാവിലെ അപ്ലൈ ചെയ്തിട്ടാണ് സ്കിൻ കെയർ റൊട്ടീൻ ചെയ്യുന്നത്. എൻ്റെ ഈ മോയ്സ്ചറൈസറിൻ്റെ റിവ്യൂ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അപ്പോൾ നിങ്ങൾ ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ നിങ്ങൾ യൂസ് ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ആണ്. സൈഡ് എഫക്ട്സ് എന്ന് പറയുമ്പോൾ, ഈ ജെല്ല് യൂസ് ചെയ്യുന്ന ഏത് ടൈപ്പിലുള്ള സ്കിന്നായിട്ടുള്ള ആൾക്കാരായിരുന്നാലും സ്കിന്ന് പീൽ ചെയ്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിനെ പേടിക്കേണ്ട യാതൊരുവിധ ആവശ്യമില്ല. ഇത് യൂസ് ചെയ്തുകൊണ്ട് സ്കിന്ന് പീൽ ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും യൂസ് ചെയ്യാം. ഇത് എന്നിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ സെബോനാക്ക് യൂസ് ചെയ്യുമ്പോൾ നോർമലായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഈ സ്കിന്ന് പീൽ ചെയ്ത് വരിക എന്നുള്ളത്. അത് പേടിക്കേണ്ട ആവശ്യമില്ല, നോർമലായിട്ട് വരുന്ന കാര്യമാണ്. പിന്നെ മാക്സിമം ഇത് ഡോക്ടർ സജസ്റ്റ് ചെയ്ത്
തന്നതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അല്ലാതെ എൻ്റെ ഈ റിവ്യൂ കണ്ടെന്ന് വെച്ച് നിങ്ങൾ പോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങി യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട്, നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് സ്യൂട്ട് ആവാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാനായിട്ട് ചാൻസ് ഉണ്ട്. എനിക്കിത് ഡോക്ടറിൻ്റെ സ്കിന്നെല്ലാം അനലൈസ് ചെയ്ത് തന്നതിന് ശേഷം, നോക്കിയതിന് ശേഷമാണ് എനിക്ക് ഈ ഒരു ജെല്ല് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാനായിട്ട് ആക്നി പ്രോൺകാർക്ക് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം യൂസ് ചെയ്യുക. ഡയറക്റ്റ് ആയിട്ട് ഒരു തിക്ക് ലെയർ നിങ്ങളുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. പാച്ച് ടെസ്റ്റ് ചെയ്ത് നടത്തിയതിന് ശേഷം പിമ്പിൾസും ഈ ഡാർക്ക് സ്പോട്ട്സും ഉള്ള സ്ഥലത്ത് മാത്രം പിന്നായിട്ട് നൈറ്റ് ഇട്ടതിന് ശേഷം നിങ്ങൾ അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് കണ്ടിന്യൂ ചെയ്യുക. അല്ലാതെ നിങ്ങൾ ഒരിക്കലും ഇത് പാച്ച് ടെസ്റ്റ് നടത്താതെയോ ഒരു ഡ്രൈ സ്കിന്നുകാരോ സെൻസിറ്റീവുകാരോ ഇത് ഓവറായിട്ട് അപ്ലൈ ചെയ്യരുത്. എൻ്റെതെന്ന് പറയുന്നത് ആക്നി പ്രോൺ ആയിട്ടുള്ള ഓയിലി സ്കിന്നുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ അതേ സെയിം പ്രോബ്ലം ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഈ ഒരു ജെല്ല് നിങ്ങൾ വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്ര നേരം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യുക. എൻ്റെ വീഡിയോസ് വരുന്നത് ഇനിയും കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ താങ്ക് യു.